വെൽക്കം ഓൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ നോക്കിയ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്തും പഠിക്കാൻ പോകുന്നത്. നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞു കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരു പ്രോഗ്രാം ഫ്ലോയെ ഓൾട്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഉള്ളത് എന്നാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? അതിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ സെലക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകളെന്നും ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റുകളെന്നും പറഞ്ഞ് രണ്ട് തരത്തിലാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ സെലക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്ന കാറ്റഗറിയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൂടെ നോക്കിക്കൊണ്ടിരുന്നത്. ഇഫ് എന്നും ഇഫ് എൽസ് എന്നും ഇഫ് എൽസ്, ഇഫ് ലാഡർ, നെസ്റ്റഡ് ഇഫ്, സ്വിച്ച് തുടങ്ങിയ വിവിധ തരത്തിലുള്ള സെലക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോകളിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളിലെ രണ്ടാമത്തെ വിഭാഗമായ ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. വൈൽ റൈറ്റിംഗ് പ്രോഗ്രാംസ് we use some specific constructs of the language to perform the repeated execution of a set of one or more സ്റ്റേറ്റ്മെൻറ്റുകൾ. അതായത് നമുക്ക് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ഭാഗങ്ങളിൽ, ചില പ്രോഗ്രാമിൻ്റെ ചില ഭാഗത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റുകളെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകളെയോ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്ന ചില ഒക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊരു കണ്ടീഷനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. ഒരു പാർട്ട്, ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്ന ചില സാഹചര്യങ്ങൾ നമുക്കുണ്ടാവാം പ്രോഗ്രാമിൽ. അത്തരത്തിൽ ഉള്ള റിപ്പീറ്റഡ് എക്സിക്യൂഷന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ. അതായത് ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ? വൈൽ റൈറ്റിംഗ് പ്രോഗ്രാംസ് വി യൂസ് സം സ്പെസിഫിക് കൺസ്ട്രക്ട്സ് ഓഫ് ദ ലാംഗ്വേജ്. ലാംഗ്വേജിൻ്റെ ചില സ്പെഷ്യലായിട്ടുള്ള കൺസ്ട്രക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പാർട്ടിനെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിനെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്ന ചില ഒക്കേഷൻസ് ഉണ്ടാകും. അത്തരത്തിൽ ഒരു പാർട്ടിനെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിനെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റുകളെ, ആ കൺസ്ട്രക്റ്റിനെ, പ്രോഗ്രാം കൺസ്ട്രക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയും. എന്തുകൊണ്ടാണ് അതിനെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത്? ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ കടന്ന് കറങ്ങും, ലൂപ്പ് പോലെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്? ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതോ ഒരു കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ചില പാർട്ടുകൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു പാർട്ടിനെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൺസ്ട്രക്റ്റുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന്. അടുത്തതായിട്ട് നമുക്ക് എന്താണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്നുള്ളതെന്ന് നോക്കാം. പി പെർഫോം സർട്ടൻ സ്റ്റെപ്സ് ഫോർ എ നമ്പർ ഓഫ് ടൈംസ്. അപ്പം നമ്മൾ ഇവിടെ ഒരു സ്റ്റെപ്പ് തന്നെ നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കിത് എത്ര തവണ റിപ്പീറ്റ് ചെയ്തു അല്ലെങ്കിൽ എത്ര തവണയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്തത് എന്ന് നമുക്കറിയണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കൗണ്ടർ വേണം, അല്ലേ? എണ്ണം വേണം ഇതിന്. അപ്പോൾ ആ ഒരു കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വേരിയബിൾ വേണം. അപ്പോൾ ഇത്
ഈ കൗണ്ടിങ് വെച്ചിട്ടാണ് ഓരോ കൗണ്ടറിൻ്റെ എണ്ണം ഇപ്പം 10 ആകുന്നത് വരെ എന്ന് പറഞ്ഞാൽ ആ എണ്ണം അറിയാൻ വേണ്ടി നമുക്കൊരു വേരിയബിൾ ഉണ്ടെങ്കിലേ പിന്നീട് അത് എക്സിക്യൂട്ട് ചെയ്യണമോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ, അല്ലേ? അപ്പോൾ ഇതിനൊരു കൗണ്ടർ വേണം. ആ കൗണ്ടറാണ് പിന്നീട് അത് എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചില കണ്ടീഷനുകൾക്കനുസരിച്ച് ഒരു ലൂപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വേരിയബിള് കൗണ്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതായത് ഒരു ലൂപ്പ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേ കണക്കൊരു കൗണ്ടർ വേരിയബിൾ വേണം. ആ വേരിയബിളിനെ വിളിക്കുന്ന പേരാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. അതാണ് നമ്മുടെ ലൂപ്പിൻ്റെ എക്സിക്യൂഷനെ ആക്ച്വലി കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ വി പെർഫോം സർട്ടൻ സ്റ്റെപ്സ് ഫോർ എ നമ്പർ ഓഫ് ടൈംസ്. ഒരേ സ്റ്റെപ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്പർ ഓഫ് ടൈംസ് പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? വി യൂസ് എ കൗണ്ടർ ടു നോ ഹൗ മെനി ടൈംസ് ദ പ്രോസസ് ഈസ് എക്സിക്യൂട്ടഡ്. നമുക്കൊരു കൗണ്ടർ വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഹൗ മെനി ടൈംസ്, എത്ര തവണ നമ്മുടെ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്. ദ വാല്യൂ ഓഫ് ദിസ് കൗണ്ടർ ഡിസൈഡ്സ് വെദർ ടു കണ്ടിന്യൂ ദ എക്സിക്യൂഷൻ ഓർ നോട്ട്. അപ്പോൾ ഈ കൗണ്ടറാണ് തീരുമാനിക്കുന്നത് ഇനി എക്സിക്യൂഷൻ വേണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു കൗണ്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വേരിയബിൾ കണ്ടെത്തി വയ്ക്കും. ഈ വേരിയബിളാണ് ആ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ലൂപ്പിനി തുടരണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഏതാണ്? കൗണ്ടറാണ്. അപ്പം നമ്മളൊരു പറയുന്നത് 10 തവണ ചെയ്യണം. അപ്പം നമ്മൾ ആദ്യത്തെ തവണ ചെയ്തു, ഈ കൗണ്ടർ 2 ആവും, 3 ആവും, 4 ആവും, അങ്ങനെ 10 വരെ ആവുന്നത് വരെ. അപ്പോൾ അതിൻ്റെ എണ്ണമാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലേ? 10 ആകുന്നത് വരെ നമുക്കറിയാം. അപ്പോൾ ആ എണ്ണം എടുത്ത് വയ്ക്കാൻ വേണ്ടി ഒരു വേരിയബിൾ നമ്മൾ വേണം. ആ വേരിയബിളിനെ നമ്മൾ വിളിക്കുന്നത് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്നാണ്. അതാണ് നമ്മുടെ എക്സിക്യൂഷൻ ഓഫ് ദ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ എത്ര തവണ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ള എണ്ണം കാൽക്കുലേറ്റ് ചെയ്താണ് കൺട്രോൾ ചെയ്യുന്നത്. ആ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ ഒരു കൗണ്ടർ വേരിയബിൾ വേണം. ആ വേരിയബിളിനെ നമ്മൾ വിളിക്കുന്നത് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്നാണ്. അപ്പോൾ നമ്മൾ പഠിച്ച ലൂപ്പുകൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്, പല തരത്തിലുള്ള ലൂപ്പുകൾ C++നകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ പിന്നീട് പഠിക്കും. വൈൽ ലൂപ്പ് എന്നും ഫോർ ലൂപ്പ് എന്നും ഡു വൈൽ ലൂപ്പുകളെന്നും പറഞ്ഞൊക്കെ പല തരത്തിലുള്ള, നമ്മൾ ആദ്യത്തെ സെലക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ പല തരത്തിലുള്ളത് പഠിച്ചതുപോലെ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റുകളും പല തരത്തിലുണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. പക്ഷേ എല്ലാ ലൂപ്പുകൾക്കും പ്രധാനമായിട്ട് 4 ഭാഗങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് എ ലൂപ്പ്, ഒരു ലൂപ്പ് വേരിയബിളിന്, ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിന്, ഏത് ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നാലും ആ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് പ്രധാനമായിട്ടും 4 പാർട്ടുകൾ ഉണ്ടാകും. 1 ഇനിഷ്യലൈസേഷൻ, 2 ടെക്സ്റ്റ് എക്സ്പ്രഷൻ, 3 ബോഡി ഓഫ് ദ ലൂപ്പ്, 4 അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എല്ലാ ലൂപ്പുകൾക്കും ഉണ്ടാകുന്ന 4 പാർട്ടുകളാണ്. 1 ഇനിഷ്യലൈസേഷൻ, 2 ടെക്സ്റ്റ് എക്സ്പ്രഷൻ, 3 ബോഡി ഓഫ് ദ ലൂപ്പ്, 4 അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പാർട്ടുകൾക്കകത്ത് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം. അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ 4 പാർട്ടുകളിൽ ആദ്യത്തെ പാർട്ട് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്ന പാർട്ട് എന്താണ്? ബിഫോർ എൻറ്ററിങ് എ ലൂപ്പ്, ഇറ്റ്സ് കൺട്രോൾ വേരിയബിൾ മസ്റ്റ് ബി ഇനിഷ്യലൈസ്ഡ്. During initialization, the loop control variable gets its first value. The initialization statement is executed only once at the beginning of the loop. അപ്പോൾ എന്താണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു, നമ്മുടെ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലേ? ആ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ലൂപ്പ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അപ്പം ലൂപ്പിനകത്ത് എക്സിക്യൂഷൻ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിളാണ്.
അപ്പം ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എക്സിക്യൂഷൻ നടക്കണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ആദ്യം ഒരു വാല്യൂ ഉണ്ടാവണമല്ലോ. ആ ലൂപ്പ് കൺട്രോൾ വേരിയബിളിലേക്ക് ഒരു വാല്യൂ ആദ്യം കൊടുക്കണ്ടേ? അങ്ങനെ ലൂപ്പ് കൺട്രോൾ വേരിയബിളിലേക്ക് ഒരു വാല്യൂ കൊടുക്കുന്ന പ്രോസസ്സിനാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൂപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ലൂപ്പ് വേരിയബിളിലേക്ക് ഒരു വാല്യൂ കൊടുക്കണം. അതിനൊരു സ്റ്റാർട്ടിംഗ് വാല്യൂ ഉണ്ടാവണം. അതിനെയാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലൂപ്പ് എക്സിക്യൂഷനിൽ ഇനിഷ്യലൈസേഷൻ എപ്പോഴേ നടക്കത്തുള്ളൂ? ഒരിക്കൽ മാത്രമേ നടക്കത്തുള്ളൂ. എപ്പോഴായിരിക്കും? അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലൂപ്പ്. ലൂപ്പ് തുടങ്ങുന്ന സമയത്ത് എന്ത് നടക്കും? നമ്മുടെ ഇനിഷ്യലൈസേഷൻ നടക്കും. അപ്പോൾ ആ ലൂപ്പ് കൺട്രോൾ വേരിയബിളിലേക്ക് നമ്മൾ ആദ്യം ഒരു വാല്യൂ കൊടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇനിഷ്യലൈസേഷൻ. അടുത്ത രണ്ടാമത്തെ പാർട്ടാണ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിളിലേക്ക് ഒരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂവിനാണ് അനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കണ്ടീഷൻ നമ്മൾ എഴുതണ്ടേ? അങ്ങനെ എഴുതുന്ന കണ്ടീഷനെയാണ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റിലേഷണൽ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻസ് ഹൂസ് വാല്യൂ ഈസ് എയ്തർ ട്രൂ ഓർ ഫാൾസ്. അപ്പം ആ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സ്പ്രഷൻ എഴുതും. അത് ലോജിക്കൽ എക്സ്പ്രഷൻ ആകാം, അല്ലെങ്കിൽ റിലേഷണൽ എക്സ്പ്രഷനും ആകാം. ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്ന റിലേഷണൽ എക്സ്പ്രഷൻ ആകാം. ഇനി എ ഗ്രേറ്റർ ദാൻ ബി ഓർ സി ഗ്രേറ്റർ ദാൻ ഡി എന്ന് പറയുന്ന ലോജിക്കൽ എക്സ്പ്രഷൻ ആകാം. അപ്പോൾ റിലേഷണൽ എക്സ്പ്രഷനും ആകാം, ലോജിക്കൽ എക്സ്പ്രഷനും ആകാം. അതിൻ്റെ വാല്യൂ ഒന്നുകിൽ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അപ്പോൾ ഇറ്റ് ഡിസൈഡ്സ് വെദർ ദ ലൂപ്പ് ബോഡി വിൽ ബി എക്സിക്യൂട്ടഡ് ഓർ നോട്ട്. If the test expression evaluates to true, the loop body gets executed. Otherwise, it will not be executed. അപ്പോൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒന്നുകിൽ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഈ കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ തെറ്റാണെങ്കിൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അടുത്ത മൂന്നാമത്തെ പാർട്ടാണ് ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ടെക്സ്റ്റ് എക്സ്പ്രഷൻ എഴുതി. അത് ശരിയാകാം, തെറ്റാകാം. ശരിയാണെങ്കിലാണ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ശരിയാകുമ്പോൾ എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഈ ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയുന്ന പാർട്ടിലാണ്. അതായത് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് നീഡഡ് ടു ബി എക്സിക്യൂട്ടഡ് റിപ്പീറ്റഡ്ലി കൺസ്റ്റിറ്റ്യൂട്ട് ദ ബോഡി ഓഫ് ദ ലൂപ്പ്. ഒരു ബോഡി, അതായത് ഒരു ലൂപ്പ്, അതിൻ്റെ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുമ്പോൾ, ആ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ, ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ എന്തോ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് നമുക്കറിയാം. അതെന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് എവിടെയാണ്? ഈ ബോഡി ഓഫ് ദ ലൂപ്പിലാണ്. അതായത് ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയുന്നത് കണ്ടെയ്ൻസ് ദ ആക്ച്വൽ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ് ഇൻ ദ ലൂപ്പ്. നമ്മുടെ ലൂപ്പിനകത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുമ്പം ശരിയാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്താണോ അതെവിടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? ബോഡി ഓഫ് ദ ലൂപ്പിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയുന്നത് കണ്ടെയ്ൻസ് എ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ഓർ എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. ചിലപ്പോൾ അതൊരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, ഒരു സിംഗിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഏറ്റവും ചെറിയ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ കാണത്തുള്ളൂ. ചിലപ്പോൾ എന്താവും? അതൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റുകൾ ആവുകയും ചെയ്യാം. അപ്പോൾ ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയുന്നത് contains the actual statements that will be executed when the text expression is true. അടുത്ത നാലാമത്തെ പാർട്ടാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന പാർട്ട്. അതായത് the update statements modifies the loop control variable by changing its value. അപ്പോൾ ഈ ഒരു തവണ ചെക്ക് ചെയ്ത് ശരിയാണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തു.
അപ്പം നമ്മുടെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഇനി ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം വേണ്ടേ? എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കും. അങ്ങനെ അപ്ഡേഷൻ എഴുതുന്ന പാർട്ടിനെ വിളിക്കുന്ന പേരാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പാർട്ട് എന്ന് പറയുന്നത്. അതായത് ഓരോ തവണയും ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ആ സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു തവണ ചെക്ക് ചെയ്ത് നോക്കി, കണ്ടീഷൻ ശരിയാണ്, അപ്പോൾ എന്ത് ചെയ്യും? ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യും. ഈ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഓരോ ഐറ്ററേഷനും മുമ്പും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഐറ്ററേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തവണ ചെയ്യുന്നതിനാണ് ഒരു ഐറ്ററേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഐറ്ററേഷനും മുമ്പും ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് നാലാമത്തെ പാർട്ട്. അപ്പോൾ എന്താ ലൂപ്പിനകത്ത് നടക്കുന്നത്? ആദ്യം ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യും, എന്നിട്ട് നമ്മുടെ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് നോക്കും. കണ്ടീഷൻ ശരിയാണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും, ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യും, വീണ്ടും ചെക്ക് ചെയ്ത് നോക്കും, വീണ്ടും കണ്ടീഷൻ ശരിയാണെങ്കിൽ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. എവിടം വരെ? അൻറ്റിൽ ദ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ് ടു ഫാൾസ്. നമ്മുടെ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും.